ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളെയാണെന്നുണ്ടെങ്കിൽ മഞ്ജുമേനെ ശരിക്കും അങ്ങോട്ട് വിരട്ടനുണ്ട് കേട്ടോ. മഞ്ജുമേടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ ചുറ്റിക്കളിയൊക്കെ നടത്താനായിട്ട്? നിങ്ങൾക്കൊരു ഭർത്താവ് ഉള്ളതല്ലേ, എന്നിട്ട് വേറൊരാളുടെ കൂടി ഇങ്ങനെ കറങ്ങി നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന മഞ്ജുമ എടുത്ത വായിക്ക് ആദ്യം അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ലടാ നിന്റെ അമ്മക്ക് എന്താണ് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് നിന്റെ മമ്മിയാണെങ്കിൽ നിന്റെ ആ ഭർത്താവിന്, അതായത് നിന്റെ ഡാഡിനെ ഉപേക്ഷിച്ച് വേറൊരുത്തിന്റെ കൂടെ പൊറുക്കണേല് നിനക്ക് കുഴപ്പമൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ആദ്യമൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ. പക്ഷെ എന്നാലും ആദ്യം മറുപടി പറയുന്നുണ്ട്, അതിനെന്റെ മമ്മി അനുഭവിക്കുന്നുണ്ടല്ലോ. അതെ, ഇങ്ങനത്തുള്ള ആൾക്കാർ എന്തായാലും അനുഭവിക്കും, മഞ്ജുമാപ്പയെ അനുഭവിക്കും. മഞ്ജുമാപ്പ അപ്പൊ തന്നെ അജിത്ത് വീണ്ടും ഫോണിലേക്ക് വിളിക്കുകയാണ്. മഞ്ജുമാപ്പ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ, എടുത്ത് സംസാരിക്കേ, എടുത്തില്ലെങ്കിൽ ആള് വീണ്ടും വിളിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറയണം. ശരി, നീ പോടാ, നിനക്ക് ഇവരെ പണിയൊന്നില്ലേ? നീ ഇവിടെ വന്നത് എന്നെ നല്ല പാഠം പഠിപ്പിക്കാനായിട്ടാണോ? അയ്യോ, മഞ്ജുമാപ്പയ്ക്ക് ഇത്ര പ്രായമായില്ലേ, ഇനി നല്ല പാഠം പഠിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? 40-40 വയസ്സായില്ലേ, ഇനി ഞാൻ ഒന്നിനുമില്ല എന്ന് പറയണം. അങ്ങനെ നിന്നാ നിനക്ക് കൊള്ളാം. വെറുതെ എന്റെ പുറകെ നടക്കാണ്ട് നീ നിന്റെ സ്വന്തം കാര്യം നോക്കടാ. സ്വന്തം മമ്മീനെ നേർവഴിക്ക് നടത്താൻ പറ്റാത്തവനാ എന്നെ നേർവഴിക്ക് നടത്താൻ വേണ്ടി പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുമ അവിടെ നിന്ന് പോകാൻ പോകുമ്പോ നമ്മുടെ ആദ്യം പറയണ്ടതേ, മഞ്ജുമാപ്പ ഒരു കാര്യം ചെയ്, അപ്പേ ഒരു ഓംലെറ്റ് അടിച്ചു തന്നെ എന്ന് പറയാണ്. ഈ സമയത്തോ? അതെ, അല്ലെങ്കിൽ മഞ്ജുമാപ്പയുടെ അഭിഹിത കഥ ഞാൻ ഇവിടെ എല്ലായിടത്തും പറയും. നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണല്ലേ? എന്ത് വേണമെങ്കിലും കൂട്ടിക്കോ, എനിക്ക് എത്ര പെട്ടെന്ന് 2 ബുൾസേ വേണം എന്ന് പറയണം. അങ്ങനെ മഞ്ജുമ ബുൾസേ ഒക്കെ ഉണ്ടായി കൊടുക്കേണ്ടത്. ആദ്യം അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും അജിത്ത് വിളിക്കുന്നുണ്ട്. മഞ്ജുമ ഫോൺ എടുക്കാണ്. ഹലോ, എന്താ നീ ഫോൺ എടുക്കാൻ ഇത്ര താമസിച്ചത് എന്ന് അജിത്ത് ചോദിക്കുമ്പോൾ, ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അനിയന്റെ മോൻ അവൻ രണ്ടും കൽപ്പിച്ചിട്ട് ഇവിടെ നിൽക്കണത്, എന്നെ നല്ല പാഠം പഠിപ്പിക്കാൻ വേണ്ടിട്ടാ അവൻ ഇവിടെ വന്ന് നിൽക്കണത്. എന്നിട്ട് അവന്റെ വക ഒരു ബ്ലാക്ക് മെയിലും ഞാനും അതുപോലെ തന്നെ നിങ്ങളും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും അവനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബൈക്കിന്റെ നമ്പർ വരെ അവൻ നോട്ട് ചെയ്തു. അയ്യോ, പണിയാവോ? എന്തിനാ അജിത്ത് പേടിക്കണത്? അവനെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ വെറും ഞാനോള്. അതെ, ഇനി വെച്ച് താമസിപ്പിക്കണം കേട്ടോ. നമ്മൾ പ്ലാൻ ചെയ്ത ആ ടൂറ് നമുക്ക് പോകണ്ടേ എന്ന് പറയണം. പോണം, ഞാനും അതിനായിട്ട് കാത്തിരിക്കുകയാണ്. ആണോ? എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, അടുത്ത ആഴ്ച പോയാലോ? പോവാം എന്ന് പറയണം. എന്തായാലും അതിനു മുമ്പ് എനിക്ക് ഇവിടെ നിന്ന് അവരെ പടി ഇറക്കി വിടാനുണ്ട്, ആദീന എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ ഫോൺ വെക്കാണ്. രാവിലെ തന്നെ നമ്മുടെ സ്വപ്നവലിയും രാമനാഥനും അമ്പലത്തിൽ പോയിട്ട് വരുവാട്ടോ. അപ്പോഴേക്കും പറഞ്ഞു, വല്ലാത്ത ക്ഷീണം, ഒരു ചായ കുടിച്ചാൽ കൊള്ളാന്നുണ്ട് എന്ന് സ്വപ്നവലി പറയുമ്പോൾ ആ സമയത്ത് ആദ്യം പറയുന്നുണ്ട്, അതെ അച്ഛമ്മേ, ഞാനെടുത്തരാ അച്ഛമ്മ ചായ. ആണോ? നിനക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ? പിന്നെ ആകാശങ്ങൾ ഇടക്കിടക്ക് എന്നെ കൊണ്ട് ചായയൊക്കെ ഉണ്ടാക്കിപ്പിക്കാറുണ്ട്. അപ്പോൾ അയാൾ നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കോ മോനെ? പണിയെടുപ്പിക്കോന്നാ? അയാൾ അതൊക്കെ അതിനപ്പുറവും ചെയ്യും അച്ചാമ്മേ എന്ന് പറയണം. ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആദ്യം ചായ എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവാട്ടോ. ആ സമയത്ത് നല്ല ഉഗ്രൻ ചായ തന്നെ ആദ്യം ഉണ്ടാക്കുന്നുണ്ട്. ജസ്റ്റ് ആദ്യം അപ്പുറത്തേക്ക് പോകുമ്പോൾ തന്നെ മഞ്ജിമ ആ ചായയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് കുറച്ച് ഉപ്പ് വാരി ഇടാട്ടോ. എടാ ആദ്യം നിനക്ക് കിട്ടുന്ന അമ്മയുടെ വായി നല്ല തെറി കിട്ടോടാ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഉപ്പിട്ട് കലക്കാണ്. എന്നിട്ട് ആദ്യം അത് കാണുന്നില്ല കേട്ടോ. ആദ്യം ആ ചായയായിട്ട് നമ്മുടെ ആ സ്വപ്നവലിയുടെ അടുത്തേക്ക് പോവാണ്. അച്ഛമ്മേ, ഇതാ ചായ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. താ മോനെ എന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കുമ്പോഴേക്കും, അയ്യേ ഇതെന്താ, ഇത് ഉപ്പ് വാരി ഇട്ടിരിക്കുന്നു. രാമ നോക്കിക്കേ, ആദ്യം നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണത്? അയ്യോ, ഉപ്പോ? ഇല്ല അച്ഛമ്മേ, ഞാൻ പഞ്ചസാര തന്നെയാ ഇട്ടത്. അപ്പോൾ നമ്മുടെ ഇഷിത പറയണ്ട, അമ്മേ അവൻ ഇവിടുത്തെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ശരിക്കും അറിയില്ലല്ലോ, പഞ്ചസാര ഉപ്പാന്ന് വെച്ചിട്ടാണോ, അല്ലാതെ അവൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ല, എനിക്കറിയാം എന്റെ മോൻ മനഃപൂർവ്വം ചെയ്യില്ലെന്ന്. അപ്പൊ ആദ്യക്ക് മനസ്സിലായി ഇതിന് പിന്നിൽ ആരാണെന്നുള്ള കേട്ടോ. ആദ്യം അപ്പൊ തന്നെ മഞ്ജുമ നോക്കുമ്പോൾ മഞ്ജുമ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണോ. അപ്പൊ ഇതിന്റെ പിന്നിൽ ഇവരാണല്ലേ, ഇവർക്കൊട്ടൊരു പണി കൊടുക്കണം എന്ന് നമ്മുടെ ആദ്യം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാട്ടോ. ആദ്യമാണെങ്കിൽ റൂമിൽ പോയിട്ട് പിന്നെ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇഷിത പറയണ്ട, അയ്യേ എന്റെ മോൻ ഇത്രയേ ഉള്ളോ, അപ്പോഴേക്ക് വിഷമോയോ? അതല്ല ഇഷിതാമ്മേ, ഇതിന് പിന്നിൽ ഞാനല്ല, ഞാൻ അറിയാതെ ചെയ്തതല്ല, ഞാൻ കറക്റ്റായിട്ട് തന്നെയാ എല്ലാം ചെയ്തത്. പിന്നെ എന്താ മോനെ സംഭവിച്ചത്? ഇതിന് പിന്നിൽ അവരായിരിക്കും ഇഷിതാമ്മേ. ആര്? വേറെ ആര്? അപ്പ മഞ്ജിമ ചേച്ചിയോ? അതെ, അവര് തന്നെയാ. ഞാൻ അവരെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിനവരെന്നെ പകരം വീട്ടിയതാണ്. മോൻ വിഷമിക്കേണ്ട. മഞ്ജിമ എനിക്കും തോന്നിയായിരുന്നു മഞ്ജിമ ചേച്ചി ആയിരിക്കും ഇതിനെ പിന്നില്ലെന്ന്. എന്തായാലും നമുക്കൊരു അവസരം വരും മോനെ, മോൻ കാത്തിരിക്കേ എന്നൊക്കെ പറയണം. അങ്ങനെ മഞ്ജിമ 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഇപ്പൊ കിട്ടും സ്വർഗലോകം എന്ന് പറഞ്ഞിട്ട് അജിത്തിന്റെ പുറകേല് ഊട്ടിയിലേക്കെന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ. അജിത്ത് ആദ്യം നമ്മുടെ മഞ്ജിമനെ കൊണ്ടുപോണത് ഊട്ടിയിലൊന്നുമല്ല, അജിത്ത് നിൽക്കുന്ന ആ ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, ആ ഫ്ലാറ്റിലേക്കാണ് കേട്ടോ കൊണ്ടുപോണത്. അവിടെ കൊണ്ടിട്ട് മഞ്ജിമേനെ എന്താണ് ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചത്. മഞ്ജിമയുടെ ജീവിതം പൊളിച്ച് പാളീസാക്കി കയ്യിൽ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അജിത്ത്
കൊണ്ടൊപ്പിക്കണത്. അങ്ങനെ അതൊന്നും മഞ്ജുമക്ക് അറിയില്ലല്ലോ. പക്ഷെ മഞ്ജുമ ഇവിടെ ഉടായ്പായിട്ട് പോകുന്നുണ്ടെന്ന് നമ്മുടെ ആദിക്ക് നന്നായിട്ട് മനസ്സിലായിട്ട്. അപ്പൊ ആദ്യം വിചാരിക്കുകയാണ് എന്തോ കള്ളത്തരമുണ്ട്, എന്താന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യം തൊട്ടു പിന്നാലെ പോകുന്നുണ്ട്. അപ്പൊ ഈ അജിത്ത് ഇയാളുടെ ഫ്ലാറ്റിലേക്കാണ് മഞ്ജുമേനെ കൊണ്ടുപോയിരിക്കുന്നത്. ആദ്യം തൊട്ടു പിന്നാലെ പോകുന്നുണ്ട്. ആ ഫ്ലാറ്റിലെത്തിയതിനു ശേഷം നമ്മുടെ അജിത്തിന്റെ പല കള്ളക്കളികളും മഞ്ജുമ മനസ്സിലാക്കാൻ വേണ്ടി പോവാട്ടോ. മഞ്ജുമേനെ കയറി, അതായത് മഞ്ജുമേനെ ഒരുപാട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറുമ്പോഴേക്കും മഞ്ജുമ ഇതൊന്നും ഇപ്പൊ വേണ്ട, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് മതി, ഇപ്പൊ വേണ്ട. അപ്പോഴേക്കും അജിത്ത് പറഞ്ഞു, പിന്നെ നിന്നെ വിവാഹം കഴിക്കാൻ പോണേ, എടി വിവാഹം കഴിക്കാൻ എനിക്ക് നല്ല പെണ്ണുങ്ങളെ കിട്ടിയടി, ഒന്ന് കെട്ടിയാൽ നിന്നെ എനിക്ക് എന്തിനടി. അജിത്ത് തന്നെയാണ് ഈ പറയണത്. അതേടി അജിത്ത് തന്നെയാണ്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കേണ്ട ഒരു കാര്യമില്ല, വെറുതെ ഒന്ന് സന്തോഷിക്കണം, ടൈം പാസിന് വേണ്ടി സുഖിക്കണം, അത്രേ ഉള്ളൂ എനിക്ക്, അതിന് വേറെ ആളെ നോക്കണം എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോഴേക്കും അജിത്ത് മഞ്ജുമേനെ കയറി പിടിക്കാൻ വേണ്ടി പോവാട്ടോ. പക്ഷെ അവിടെ അപ്പോഴേക്കും ആദ്യം എത്തിയിട്ടുണ്ടല്ലോ. ആദ്യം തന്നെയായിരിക്കും മഞ്ജുമനെ ഈ ഒരു കാര്യത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി പോണത്. അപ്പൊ മഞ്ജുമയ്ക്ക് ഏറ്റവും വലിയ ശത്രുത ഇഷിതടുത്തല്ല, ആദ്യയുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മുടെ മഞ്ജുമനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും മഞ്ജുമക്ക് ആദ്യ അടുത്തുള്ള ആ ഒരു തെറ്റിദ്ധാരണയും ആദ്യത്തുള്ള ആ ഒരു കുശുമ്പും കുഞ്ഞായ്മ ഒക്കെ മാറി കിട്ടും. അത് മാത്രല്ല മഞ്ജുമ എന്താണ് എല്ലാവരും ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ഒരു കുശുമ്പ് സ്വഭാവം, ഒരു ദുഷ്ട സ്വഭാവമാണല്ലോ. അതൊക്കെ മാറാനും ഈ ഒരു ഒറ്റ കാര്യം മാത്രം മതി കേട്ടോ. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗം മാത്രമേ കാണിക്കണുള്ളൂ. നമ്മുടെ സീരിയലിലെ ക്ലൈമാക്സിൽ ആകാശ് ഇപ്പൊ ആദ്യ സ്വപ്നം കണ്ടില്ലേ ഇഷിതേനെ കൊല്ലാൻ വരുന്നത്, അത് ശരിക്കും ആകാശ് കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അതാണ് നമുക്ക് ക്ലൈമാക്സിൽ കാണാൻ വേണ്ടി പോണത്. ഇപ്പൊ സ്വപ്നമാണെങ്കിലും നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ നമ്മൾ കാണാൻ പോണത് ഈ ഒരു ഭാഗം തന്നെയാണ്. അതായത് ആകാശ് ഇഷിതനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവിടേക്ക് വരുന്നത്. ആ കൊലക്കുറ്റം ആദിയുടെ തലയിലേക്ക് ഇടണം, അതാണ് ആകാശിന്റെ ഉദ്ദേശം. പക്ഷെ ആകാശ് അവിടെ എത്തുമ്പോഴേക്കും ഇതേപോലെ തന്നെ ആദ്യം അവിടെ എത്തുകയും ഇഷിതനെ രക്ഷപ്പെടുത്തുകയും പിന്നെ അവിടെ എല്ലാവരും കൂടുകയും പോലീസ് ആകാശിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പോവാണ്. അപ്പൊ ഈ കേസിന് എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യണത് എന്നൊക്കെ ആകാശ് ചോദിക്കുമ്പോൾ പോലീസ് പറഞ്ഞു, ഈ കേസ് മാത്രമല്ല, പീഡന കേസ്, ആതിര പീഡന കേസ്, അതുപോലെ തന്നെ നമ്മുടെ സുമിയുടെ കൊലപാതകം, എല്ലാത്തിനും തെളിവുണ്ട്. പിന്നെ പല പല കേസുകളും നിങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ ആദ്യം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിനെ മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പീഡിപ്പിച്ചിട്ടില്ലേ, മാനസികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലേ, ആ കൊച്ചിനെ മനസ്സ് വേദനിപ്പിച്ചതിനും ആ കൊച്ചിനെ ഒരുപാട് ഉപദ്രവിച്ചതിനും ശാരീരികമായിട്ട് ഉപദ്രവിച്ചതിനും എല്ലാത്തിനും കേസുണ്ട്. അപ്പൊ എല്ലാ കേസും കൂടി കൂടിയിട്ടാണ് നിങ്ങളുടെ തലയിലേക്ക് ഇടാൻ പോണത്. അതിന് പുറമെ ഇവിടെ വേറൊരു വീട്ടിൽ വന്ന് അതായത് വീട്ടിൽ കടന്ന് കയറിയിട്ട് ആ ഗർഭിണിയായിട്ടുള്ള പെണ്ണിനെ വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കി. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും ശിക്ഷയായിട്ട് നിങ്ങൾക്ക് ഒരു എങ്ങനെ പോയാലും 10, 20, 30 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോഴേക്കും നിങ്ങൾക്ക് 70 വയസ്സാവും, നിങ്ങൾ പുറം ലോകം കാണില്ല. മര്യാദയ്ക്ക് വാടോ ആകാശേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോർജ് എസ് തന്നെയാണ് കേട്ടോ ആകാശിനെ പൊക്കി എടുത്തോണ്ട് പോണത്. അപ്പൊ അങ്ങനെ ആകാശിന്റെ അവസാനം അവിടെ കാണാണ്. ആകാശില്ലാതെ ആകാശ് വരുത്തി വെച്ചേക്കണ കടക്കണി ഉണ്ടല്ലോ, അതിന്ന കടക്കണിയുണ്ട്. അതെല്ലാം എങ്ങനെ വീട്ടോന്നറിയാതെ അന്ന് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന രജനിനെയും കൂടി കാണിച്ചിട്ടാണ് നമ്മുടെ ക്ലൈമാക്സ് ആവാൻ പോണ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.